ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ക്യാബേജ്, പിന്നെ ചെറിയൊരു തക്കാളിയുടെ പുറം ഭാഗം മാത്രം ചെത്തിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ബീൻസും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതേപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. കൂടെ ടൊമാറ്റോ, സോയാ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ എഗ്ഗ് ഇതേപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. പെപ്പർ എടുത്തിട്ടുണ്ട്. റൈസ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിക്കുകയാണ്. അത് ചൂടായതിന് ശേഷം നമ്മൾ ഗാർലിക് ഇടുന്നു, ഇഞ്ചി ഇടുന്നു, പച്ചമുളക് ഇടുന്നു. അത് നന്നായിട്ട് സോട്ടായിട്ട് വരണം. അതുവരെ നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് സോട്ടായതിന് ശേഷം സവാള ചേർക്കുന്നു കേട്ടോ. സവാള നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അന്ന് ബീൻസ് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ട്. അത് നമ്മൾ കുറയ്ക്കാൻ നിൽക്കണ്ട. അതൊന്നായി വരുമ്പോൾ നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ചേർക്കണം കേട്ടോ. ക്യാബേജ് ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ടൊമാറ്റോ ചേർത്തു കേട്ടോ. ടൊമാറ്റോ ഞാനൊരു ചെറിയൊരു കളറിന് വേണ്ടി ചേർത്താണ്. അതിൻ്റെ പൾപ്പൊന്നുമില്ല, മേൽഭാഗം മാത്രം ഞാൻ എടുത്തത്. കാരണം എൻ്റെ അടുത്ത് ക്യാരറ്റൊന്നും ഉണ്ടായില്ല. അപ്പം ഞാനൊരു കളർ കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേൽഭാഗം ചേർത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ റൈസ് ചേർക്കുകയാണ്. റൈസ് ചേർത്തിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗും പെപ്പറും ചേർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പെപ്പറിന് അധികം എരിവില്ല, അതുകൊണ്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് ഇതിലില്ലാത്തതാണ്, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. എല്ലാവരുടെയും ഒരേപോലെ ഈവനായിട്ട് സ്പ്രെഡ് ആവണം. അതേപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ സോസും കൂടെ നമ്മൾ സോയ സോസും ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോയിൽ അത് മിസ്സായി പോയി. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഒരുവിധം ആയതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുക. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ് നന്നായിട്ട് എഗ്ഗൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നല്ല രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ. വലിയ വലിയ പീസായിട്ട്, അപ്പോഴാണ് ടേസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ 2-3 പീസ് ബ്രോസ്റ്റ് വെച്ചിട്ടുണ്ട്. കുറച്ച് 2 കഷ്ണം ചിക്കൻ കറിയിലും വെച്ചിട്ടുണ്ട്. കൂടെ നമ്മുടെ ഫേവറേറ്റ് സോസും വെച്ചിട്ടുണ്ട് കേട്ടോ, ടൊമാറ്റോ സോസും. ഇനി ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മളിന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കുക. ആക്ച്വലി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫ്രൈഡ് റൈസ് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ 2 ഇൻഗ്രീഡിയൻസ് ഇതിലില്ല. ഒന്ന് ക്യാപ്സിക്കും, ഒന്ന് സ്പ്രിംഗ് ഒണിയനും. പക്ഷേ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.